Namaskaram. Welcome to my YouTube channel Kerala Cuisine. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെമിയ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെന്റെ അമ്മ ഉണ്ടാക്കുന്ന പായസമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പായസമാണ് ഇത്. പിന്നെ ഇന്ന് പായസം ഉണ്ടാക്കാൻ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് എത്തി നിൽക്കുകയാണ്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനി എന്റെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പുറത്ത് എന്നും എന്റെ കൂടെ ഉണ്ടാവണം. അപ്പൊ നമുക്ക് എങ്ങനെ പായസം ഉണ്ടാക്കാൻ നോക്കാം. സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഓട്ടുരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് കാഷ്നട്ടും റൈസിൻസും ആണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ടാണ് ഫ്രൈ ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കുക. കാഷ്നട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരട്ടെ. ഇതിപ്പോൾ കാഷ്നട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഉണക്കമുന്തിരിയൊക്കെ റെഡി ആയിട്ട് വരും. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ആ സെയിം നെയ്യിലേക്ക് 1.5 കപ്പ് സേമിയ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ്. എന്നാലും ഒന്നും കൂടി ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ 1 കപ്പ് സാധാരണ വെള്ളവും 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനൊരു 2/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ സേമിയ എടുത്തത് ആ സെയിം കപ്പിൽ തന്നെയാണ് ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത്. അതിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി മൂടി വെച്ചിട്ട് ഇനി ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇൻ കേസ് വെള്ളം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ സേമിയ വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സേമിയയിൽ മധുരം പിടിക്കുകയും ചെയ്യും. അപ്പോൾ പായസം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ സേമിയൊക്കെ നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കൈ വെച്ചിട്ടാണ് സേമിയ പ്രസ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ചെയ്യരുത്, കൈ പൊള്ളിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ച് സേമിയ എടുത്തിട്ട് ഒന്ന് ചൂടാറിയ ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും സേമിയ കുക്കായോ ഇല്ലയോ എന്നുള്ളത്. സേമിയ കുക്കായ ശേഷം നമുക്കിതിലേക്ക് പാലൊഴിച്ചിട്ട് വേവിക്കാം. ഞാനിവിടെ 2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 10 പേർക്കൊക്കെ സെർവ് ചെയ്യാനുള്ള പായസം ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു തുടങ്ങി. ഈ സമയത്ത് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക അല്ലെങ്കിൽ ഏലക്ക പൊടി ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 കപ്പ് കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും പായസമൊക്കെ നല്ല പാകത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നിർത്തുക. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും റൈസിൻസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് എടുക്കുകയാണ്. ചൂടോട് കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അപ്പം കഴിക്കാം. എനിക്ക് കുറച്ച് ചൂടാറിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പണ്ട് സേമിയ ഇട്ടിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കില്ല, അതേ സെയിം ടേസ്റ്റിൽ വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും പായസ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.